സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്ന തടവുപുള്ളികളുടെ കൂലി കുത്തനെ കൂട്ടി സർക്കാർ. പ്രതിദിന വേതനത്തിൽ 10 മടങ്ങ് വരെയാണ് വർധന വരുത്തിയത്. സ്കിൽഡ് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് 620 രൂപയായിരിക്കും പുതുക്കിയ വേതനം. സെമി സ്കിൽഡ് ജോലികളിൽ 560 രൂപയും അൺസ്കിൽഡ് ജോലികളിൽ 530 രൂപയുമാണ് പരിഷ്കരിച്ച തുക. മുമ്പ് അൺസ്കിൽഡ് ജോലികൾ ചെയ്യുന്നവർക്ക് 63 രൂപയായിരുന്നു കൂലി. ഇത് 530 രൂപയായാണ് ഉയർത്തിയത്. 127 രൂപ വേതനമുള്ളത് 560ഉം 152 രൂപയുള്ളത് 620 രൂപയുമായാണ് ഉയർത്തിയത്. തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷമായ തൈപ്പൊങ്കൽ പ്രമാണിച്ച് കേരളത്തിലെ 6 ജില്ലകൾക്ക് ജനുവരി 15 വ്യാഴാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് അവധി. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത്. തമിഴ്നാട്ടിൽ പൊങ്കലിനോടനുബന്ധിച്ച് നീണ്ട അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരി 10 മുതൽ 16 വരെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ്. 15 വരെ ആദ്യം അവധി പ്രഖ്യാപിച്ചിരുന്നു. ശക്തമായ ആവശ്യം ഉയർന്നതോടെ ഒരു ദിവസം കൂടി അവധി നൽകുകയായിരുന്നു. തമിഴ്നാടിനൊപ്പം തെലങ്കാനയും പൊങ്കലിന് സമാനമായി നീണ്ട അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരി 17-നായിരിക്കും പൊങ്കൽ അവധി കഴിഞ്ഞ് ഇവിടങ്ങളിൽ സ്കൂൾ തുറക്കുന്നത്. തിരുവനന്തപുരം കരമനയിൽ നിന്ന് കാണാതായ 14-കാരിയെ ഹൈദരാബാദിൽ നിന്ന് കണ്ടെത്തി. വിവരം പോലീസ് ബന്ധുക്കളെ അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത്. പിന്നീട് ഈ കുട്ടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് എങ്ങോട്ടാണ് കുട്ടി പോയതെന്ന യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. കരമന പോലീസ് അന്വേഷിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഹൈദരാബാദിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചിരിക്കുന്നത്. കുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കൾ ഹൈദരാബാദിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവതയുടെ അഭിഭാഷക TB മിനിയെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി. കേസിന്റെ വിചാരണയുടെ ഘട്ടത്തിൽ ആകെ 10 തവണയിൽ താഴെ മാത്രമേ അഭിഭാഷക കോടതിയിൽ വന്നിട്ടുള്ളൂവെന്നാണ് കോടതി പറഞ്ഞത്. ഈ ദിവസങ്ങളിലാവട്ടെ അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളതെന്നും കോടതി വിമർശിച്ചു. കോടതിയിൽ വന്നാൽ തന്നെ ഉറക്കമാണ് ഇവരുടെ പതിവെന്നും കോടതി വ്യക്തമാക്കി. കോടതിയെ വിശ്രമമുറിയായാണ് അഡ്വക്കേറ്റ് TB മിനി കാണുന്നതെന്നും കോടതി വിമർശിച്ചു. കേസുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ ഹർജികൾ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്തുള്ള ദേവസ്വം ബോർഡ് മുന്നംഗം KP ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാടകീയ രംഗങ്ങൾ. ശങ്കർദാസ് നിലവിൽ ആശുപത്രിയിൽ ബോധമില്ലാത്ത അവസ്ഥയിലാണെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. ശങ്കർദാസ് മെഡിക്കൽ ICUവിൽ ചികിത്സയിൽ കഴിയുന്നതിന്റെ ചിത്രങ്ങൾ പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി. ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം.